വെൽക്കം ടു ട്രൈഗുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ്. മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് ഏരിയയിലേക്കാണ് എത്താൻ സാധ്യത. ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ പ്രധാനമായ രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു സിങ് ഹൈ ആണ്. ഒരു സിങ് ഹൈയിൽ ഓൾറെഡി ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് എത്താം. ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു സിങ് ഹൈയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും മാർക്കറ്റിൽ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകളൊന്നും ഇല്ലെങ്കിലും മാർക്കറ്റ് മൂവ്മെന്റ് തരാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3322.784, 3331.284, അടുത്തത് 3339.586, അടുത്തത് 3347.492, അടുത്തത് 3357.376, അടുത്തത് 3365.875. ഇനി റെസിസ്റ്റൻസിന്റെ ആണ് 3383.863 ആൻഡ് 3392.758, അടുത്തത് 3409.757, 3422.408. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊക്കെ നോക്കാം. ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് 50 മിനിറ്റ്സിൽ എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ നിന്നാൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ബൈ എൻട്രി അല്ലെങ്കിൽ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ FEG ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കാനാണ് സാധ്യത. ഇത് നമ്മൾ രണ്ടാമത് വരച്ച സപ്പോർട്ട് ലെവലായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ FEG ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ FEG ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് വന്നിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നിട്ട് ഒരു കൺഫർമേഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊക്കെ കുറേ നേരം ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ 50 മിനിറ്റ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഒരു ലെവൽ 50 മിനിറ്റ്സിന്റെ സ്ട്രോങ് ഏരിയയാണ്. ആ ഒരു ഏരിയയിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ എസ്പെഷ്യലി ഇവിടെ നോക്കിയാൽ കാണാം ഒരു FEG കൂടി ഉള്ളതാണ്. താഴോട്ടേക്ക് വരികയാണെങ്കിൽ അവിടുന്നും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഇവിടെ എല്ലാം 50 മിനിറ്റ്സിന്റെ ഏരിയാസ് ഉണ്ട്. അതൊന്നും മാർക്ക് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഇന്ന് അത്രത്തോളം ദൂരം സഞ്ചരിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് എല്ലാം സപ്പോർട്ട് എടുത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു താഴോട്ടേക്ക് ഇറങ്ങി ഇവിടുന്ന് വന്നൊരു സപ്പോർട്ട് എടുത്ത് കൺഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ FEGയിൽ നിന്നിട്ട് കൺഫർമേഷൻ എടുത്ത് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുകളിൽ വരച്ചിരിക്കുന്നത് ഓരോ റെസിസ്റ്റൻസ് ഏരിയയിലും വന്നിട്ട് ചിലപ്പോൾ ചെറിയ പുൾ ബാക്കുകൾ തരാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തരാം. ബ്രേക്ക്ഔട്ട് തന്നിട്ട് മുകളിലോട്ട് വീണ്ടും സഞ്ചരിക്കാനുള്ള സാധ്യത, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് വരെയും സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെ ആയിരിക്കും. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ് ഈ ഒരു ബ്ലാക്ക് ലൈൻ. ആ ബ്ലാക്ക് ലൈനിന്റെ കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ ആണ്. അത് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ ആണ്. കാരണം ഇവിടെ നിന്നൊരു സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്ലാക്ക് ലൈനിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ അവിടേക്കും വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു സെൽ എൻട്രി നോക്കാവുന്നതാണ്. പ്രധാനമായും ഇത്രയും ഏരിയാസ് ആണ് ഇന്ന് പറയുന്നത്. ഇവിടേക്കൊക്കെ എത്താനുള്ള സാധ്യത കുറവാണ്. മിക്കവാറും ഈ റേഞ്ചിന്റെ ഉള്ളിലും ഇതിന്റെ ഉള്ളിലായിരിക്കും നിൽക്കുക. ഓടിപ്പോയാൽ ഇവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.